എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ദൈവനാമത്തിന്റെ മഹത്വത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നമുക്ക് വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് റിജോയ്സ് മിനിസ്ട്രിക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാന്യ ദൈവദാസൻ സന്യകള്, തന്റെ കുടുംബം, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഭയിലെ വിശ്വാസ കുടുംബങ്ങൾ, ഓൺലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുവിന്റെ നാമം സ്നേഹനം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് ഈ പകൽ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിലായിരിക്കാം. ദീർഘമാക്കാതെ ആത്മാവ് ഈ വിശുദ്ധ പകൽ നിങ്ങളോട് പറയുവാൻ പ്രകാശിപ്പിക്കുന്ന ദൈവജന ഭാഗത്തിലേക്ക് വേഗത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ട് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഈ വാക്യത്തെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. ഈ വചനത്തിന്റെ ശക്തമേറിയ പ്രകാശനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ പകൽ നന്നായി നമുക്ക് വേണ്ടി പ്രകാശിപ്പിക്കേണ്ടതിന് വളരെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനമായിരിക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണല്ലോ ഫിലിപ്പിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാമത്തെ സുവിശേഷ യാത്രയിൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ് ഫിലിപ്പിയിലുള്ള ദൈവസഭ. അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നിങ്ങൾ 16-ാം അധ്യായം വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് നന്നായി ഗ്രഹിക്കാൻ കഴിയും. എന്റെ സമയം കളയാതെ പറയാൻ നൽകിയ ശ്രേഷ്ഠമായ ആലോചനകളുണ്ട്. വിശദീകരിക്കുക ഈ വചനത്തിലേക്ക് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ എഴുതുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൗലൂസിന്റെ, ഞാൻ പറഞ്ഞു, പൗലൂസിന്റെ കാരാഗ്രഹ ലേഖനമാണ്. കാരാഗ്രഹത്തിൽ പൗലൂസ് കിടക്കുന്ന സമയത്ത് ഫിലിപ്പിയിലുള്ള ദൈവസഭ എപ്പപ്രാസ് മുഖാന്തരം തന്നെ ധാരാളം ആത്മീയമായും വ്യക്തമാക്കി പറഞ്ഞ് സാമ്പത്തികമായും തന്നെ സഹായിച്ചു. കാരാഗ്രഹത്തിൽ താൻ കിടക്കുന്ന സമയത്ത് ഫിലിപ്പിയിലുള്ള ദൈവസഭ 2 പ്രാർത്ഥനയിൽ തന്നെ സഹായിച്ചു. അതിനൊരു നന്ദി സൂചകമായി പൗലൂസ് എഴുതി കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം. അപ്പൊ നന്ദി പറയാൻ എത്ര അധ്യായം എടുത്തു? 4 അധ്യായം എടുത്തു. ഈ 4 അധ്യായത്തിനകത്ത് ദൈവസഭയ്ക്ക് പൗലൂസ് നന്ദിയാൽ നിറഞ്ഞ് അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കത്തക്ക നിലവാരത്തിൽ കാര്യങ്ങളെ വളരെ സവിസ്തരമായി ഈ ലേഖനത്തിലൂടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ 2 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. എന്നിട്ട് ഒരു 19 കൂട്ടം കാര്യങ്ങൾ പൗലൂസ് വിശദീകരിക്കുന്ന ആ വാക്യങ്ങൾ നിങ്ങൾക്ക് പരിചയമാണ്. അവിടെ പൗലൂസ് പറയുന്നൊരു വാക്ക്, അന്ത്യകാലത്തിന്റെ ലക്ഷണം നന്ദി കെട്ടവർ എന്നൊരു വാക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ അന്ത്യകാലത്തിന്റെ ഏറ്റവും ലക്ഷണം നന്ദി കേട് കാണിക്കുക. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സ്തോത്രം, പ്രാർത്ഥിച്ച ദൈവം നമുക്ക് നന്മ തന്ന, പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയാൽ പ്രാർത്ഥന കേട്ട ദൈവത്തോടും പ്രാർത്ഥിച്ച ദൈവസഭയോടും അകം തുറന്ന് ഒരു നന്ദി പറയണം. തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നു. അപ്പോൾ മുഖാന്തരമായത് സഭയാണ്. അപ്പോൾ സഭയ്ക്കും പ്രാർത്ഥന കേട്ട ദൈവത്തോടും നാം ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും നന്ദി ഉള്ളവരായിരിക്കണം. ഞാൻ വീണ്ടും വിശദീകരിക്കുന്നു, കേൾക്കുക നിങ്ങൾ എല്ലാവരും. 120-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ പാടാണ്, എന്റെ സ്വഭാവത്തെ നാമത്തെ അവനൊന്നും
മറക്കരുത്. അവൻ നിന്റെ അക്രമമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിന്റെ വായ്ക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുകയാണ്. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരനായി ദാവീദ് പാടുക, എൻ മനമേ, എൻ മനമേ യഹോവയെ സ്തുതിക്ക്, കാരണം കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ അത്രയ്ക്കും വലുതാണ്. 116 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം സ്തോത്രം എടുത്ത് സകല ജനവും കാണുകയും യഹോവയ്ക്ക് നേർച്ചകളെ കഴിക്കും. അതേ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതോർത്ത് അല്പസമയങ്ങൾ ഒന്ന് നാവ് തുറന്ന് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ എത്ര ദൈവമക്കൾക്ക് ഇന്ന് ഈ പകലും കഴിയുന്നുണ്ട്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതികൂലങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു സ്തോത്രം, ഒരു പ്രദേശം മുഴുവൻ ഒഴുകിപ്പോകുന്ന ഭീകര ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ മാധ്യമത്തിലൂടെ, വാർത്തയിലൂടെ, മറ്റ് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിച്ചും കണ്ടും അറിഞ്ഞവരാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പ്രതികൂലം നിറഞ്ഞ, എത്ര പ്രതിസന്ധി നിറഞ്ഞ ഒരു ഭൂമിയാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെയും നമ്മുടെ കൂടാരത്തെയും നമ്മുടെ സഭയെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഐശ്വര്യത്തോടെ കാക്കുന്നല്ലോ. ദൈവത്തിന്റെ മഹാദയോർത്ത്, ദൈവത്തിന്റെ മഹാവിശ്വസ്തതകളെ ഓർത്ത് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോ ദൈവസന്നിധിയിൽ നാം നന്ദി ഉള്ളവരായിരിക്കണം, നന്ദി ഉള്ളവരായിരിക്കണം. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവസഭ തന്നെ സഹായിച്ചത് മുഖാന്തരം പറഞ്ഞ് എഴുതുന്ന അനുഗ്രഹിക്കേണ്ട ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് 6-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? ദൈവസഭയോട് പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. വിചാരമുള്ള മനുഷ്യനാണ് മനുഷ്യൻ. ആശങ്കകൾ, ഉത്കണ്ഠ എന്നൊക്കെയാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യാകുലം, ആകുലത, സ്തോത്രം, 4 വശത്തേക്ക് വലിക്കുക എന്നതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതു വാക്കുകൊണ്ട്? വിചാരം. വിചാരപ്പെടരുത്. ദൈവസഭയോട്, ദൈവമക്കളോട് വളരെ ശക്തമായിട്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ ജീവിതം വിചാരങ്ങൾ നിറഞ്ഞതാണ്. ആകുലതകളുണ്ട്. ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉത്കണ്ഠകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വരാറുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ഇടപെടുകയാണ്. ഈ യോഗത്തിനകത്ത് ഇരിക്കുമ്പോഴും, കൈയടിക്കുമ്പോഴും, കണ്ണടച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴും, ദൈവത്തെ ആരാധിക്കുമ്പോഴും ഒക്കെ നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഉത്കണ്ഠകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് പൊങ്ങി വരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി വചനത്തിന്റെ പിൻബലത്തിൽ നമ്മോട് ഇടപെടുകയാണ്. വിചാരപ്പെടരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, സ്വതം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ഓർത്ത് വിചാരപ്പെടരുത്, എന്തുടുക്കുമെന്നോർത്ത് വിചാരപ്പെടരുത്. ആകാശത്തിലെ പറവകളെ നോക്കി അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നില്ല, പക്ഷെ അവർക്ക് വേണ്ടി ദൈവം കരുതുന്നു. അവരെക്കാൾ എന്ത് വിശേഷതയുള്ളവരാണ് നാം എല്ലാവരും. സ്തോത്രം. വേദപുസ്തകം പറയുന്നത്, നാം വിചാരപ്പെട്ടാൽ നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നും നമുക്ക് കഴിയില്ല. സ്തോത്രം. ഇനി നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ പോകാൻ അവൻ സമ്മതിക്കില്ല. 2024 ആത്മാവ് നമ്മോട് വ്യക്തപ്പെടുന്നു. ഭാരങ്ങൾ വലുതായിരിക്കാം, വലുതായിരിക്കാം, ആകുലതകളായിരിക്കാം, പക്ഷേ നമുക്ക് വെച്ച് ആകുലതകളെ പൂർണ്ണമായി അർപ്പിപ്പാൻ നമുക്കൊരു ആശ്രയിക്കുന്ന പാറയുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ആകുല ചിന്തകളെല്ലാം ദൈവസന്നിധിയിൽ ഇട്ടിട്ട് നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടെ ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ അത്ഭുതകരമായി പരിപാലിക്കും. ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും ദൈവം എന്നെ ഐശ്വര്യത്തോടെ വഴി നടത്തും. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ Praise the Lord. Hallelujah.
ഏത് പ്രതിസന്ധി മേഖലയിലും കർത്താവ് നമ്മെ പരിപാലിക്കും എന്നുള്ള വളരെ ഉത്തമ വിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മുടെ ജീവിതയാത്ര ജയത്തോടെ കടിക്കാം. ഇനി പൗലൂസ് ഈ 6-ാം വാക്യത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് ഈ വിചാരങ്ങളെ ജയിക്കുന്ന ഒരാത്മീയ ആയുധത്തെ പറ്റി ഫിലിപ്പീനുള്ള ദൈവസഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വിചാരങ്ങളെ ജയിക്കുവാൻ ഒരു ആത്മീയ ആയുധം നിങ്ങൾക്കുണ്ട്. എന്താണ് ആത്മീയ ആയുധം? അവിടെ വ്യക്തമാക്കുന്നു, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയും നിങ്ങളുടെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. ഏത് വിചാരങ്ങളെയും ഏത് ആകുലതകളെയും ജയിക്കാൻ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ഒരായുധം ദൈവം നൽകിയിട്ടുണ്ട്. ആയുധത്തിന്റെ പേരാണ് പ്രാർത്ഥന എന്ന ആയുധം. പ്രാർത്ഥന എന്ന ആയുധം. ഇനി ഞാൻ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. പ്രാർത്ഥന എന്ന വിഷയം ഞാൻ ഈ റിജോയ്സ് മിനിസ്ട്രിയിൽ ഒരു ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും വ്യത്യസ്തമായ ചില ആലോചനകൾ, ആ വാക്യങ്ങളെ ആസ്പദീകരിച്ച്, പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദീകരിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പഴയ നിയമത്തിലേക്ക് പ്രവേശിച്ചാൽ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കാണാം. മനുഷ്യന്റെ പേര് എബേസ് എന്നാണ്. എബേസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ ഇരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് എബേസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം കൊടുക്കുന്ന മറുപടികളെ അതിന്റെ അകത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് അവൻ അപേക്ഷിച്ചതിന് നൽകി എന്നാണ് വേദപുസ്തകം നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുന്നത്. അപ്പോ പ്രാർത്ഥന തുടങ്ങുന്നത് വ്യസനത്തോടുകൂടെയാണ്. പക്ഷെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് വ്യസനത്തോടുകൂടെയല്ല, ഒരു മാന്യതയോടുകൂടെയാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. എബേസിന്റെ ജീവിതം തുടങ്ങുന്നത് വ്യസനത്തോടുകൂടെയാണ്, പക്ഷെ ജീവിതം അവസാനിക്കുന്നത് വ്യസനത്തോടുകൂടെയല്ല, സ്തോത്രം, ഒരു ഭയങ്കര വിശാലതയോടുകൂടെയാണ്. എന്താ എബേസേ, നിന്റെ പ്രാർത്ഥനകൾക്കകത്ത് നിന്റെ ജീവിതം തുടങ്ങുമ്പോൾ ഒരു ഞെരുക്കത്തിലും വല്ലാത്ത ഭാരത്തിലുമായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ ഒടുക്കം ഭാരവും നിരാശയും ഒന്നുമല്ല. ജീവിതത്തിന്റെ ഒടുക്കം ഒരു വലിയ വിശാലതയാണ്. എബേസിനെ വിളിച്ചു വരുത്തി എബേസിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ചോദിക്കണം, എബേസേ, സ്തോത്രം, നിനക്ക് ജീവിതത്തിൽ വന്ന മാറ്റത്തിന് കാരണം എന്താ? എബേസ് പറയും, ഞാൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? എന്റെ സ്ഥിതി ദൈവം മാറ്റണം, എന്റെ അവസ്ഥകൾ ദൈവം മാറ്റണം, എന്റെ ഈ വ്യസനത്തിനുള്ള എല്ലാ മേഖലകളും ദൈവം പൊട്ടിച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായി എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള എന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് എന്റെ ഞെരുക്കങ്ങളെ ദൈവം എനിക്ക് വിശാലമാക്കി നൽകിയത്. ഈ ദിവസങ്ങളിലും ഞെരുക്കങ്ങൾ വിശാലമാകുവാൻ, ഞെരുക്കങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് വിശാലത ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഞെരുക്കങ്ങളുടെയും വിഷാദ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്ക് ദൈവം നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും. ഇനി 1 രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾ എല്ലാവരും എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിനകത്ത് ഒരു സന്ദേശം വളരെ വ്യക്തമായിട്ട് ദൈവസഭയെ ഓർമ്മിപ്പിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ കഴിയും. മനുഷ്യനെ പരിചയപ്പെടുന്നത്, എന്നാൽ ഗിലെയാദിലെ തിസ്ബയിൽ നിന്ന് തിസ്ബ്യനായ ഏലിയാവെന്നാണ്. ഗിലെയാദിലെ തിസ്ബയിൽ നിന്ന് തിസ്ബ്യനായ ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിനകത്തെ ആഹാബിന്റെ മുഖത്തേക്ക് നോക്കി വളരെ ധൈര്യസമേതം ആഹാബിനോട് പ്രവചിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ യഹോവയാണ്, ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. പ്രവചിച്ച് ധൈര്യസമേതം ഇറങ്ങി വന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു, പ്രവാചക, ഇനി നീ പോയി ഒളിച്ചിരിക്കേണ്ട സ്ഥലം, സ്തോത്രം, യോർദാന് കിഴക്കുള്ള കെരീത്തിന്റെ തോടിനരികിലാണ്. യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിന്റെ അരികിൽ പോയി ഏലിയാവ് ഒളിച്ചിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, എങ്കിലും ഇതിനകത്തൊരു സന്ദേശമുണ്ട്. കെരീത്ത് തോടിനകത്ത് അരിയിൽ പോയി ഒളിച്ചിരിക്കുന്ന ഏലിയാവിന് രാവിലെയും വൈകിട്ടും കാക്കകൾ അപ്പവും ഇറച്ചിയുമായി ഇറങ്ങി വരും. തോട്ടിൽ നിന്ന് താൻ കുടിക്കും. സുഭിക്ഷമായ വെള്ളം, സുഭിക്ഷമായ ആഹാരം, സുഭിക്ഷമായ എല്ലാ ക്രമീകരണവും. പക്ഷെ വേദപുസ്തകം പറയുന്നു, കുറെ ദിവസങ്ങൾക്ക് ശേഷം തോട് വറ്റിപ്പോയി.
കാക്കകളുടെ വരവ് നിന്നുപോയെന്ന് വചനം പറയുന്നില്ല, തോട് പറ്റിപ്പോയി. പെട്ടെന്ന് യഹോവയായ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ്: ഏലിയാവേ, നീ എഴുന്നേൽക്ക്, ഞാൻ നിന്നെ സദാപാത്തിലേക്ക് അയക്കാൻ പോകുകയാണ്. നിന്നെ പോഷിപ്പിക്കേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ വാക്യം വായിച്ചപ്പോൾ കർത്താവിന്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തി ഒരു സന്ദേശം പറഞ്ഞു. ആ സന്ദേശം ഞാൻ ദൈവസഭയ്ക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സന്ദേശം എന്താണെന്നറിയോ? ദൈവം ഒരു വഴി തുറക്കാതെ ഒരു വഴി അടയ്ക്കുകയില്ല. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ദൈവം ഒരു വഴി തുറക്കാതെ ഒരു വഴി അടയ്ക്കുകയില്ല. വഴി അടയപ്പെട്ടവരായി ആരെങ്കിലും ഈ ചർച്ചിനകത്തോ മറ്റ് സൂം ഐഡിയിലോ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങൾ തല പൊക്കി നോക്ക്, തല ഉയർത്തി നോക്ക്. ഒരു കൂട്ടം വഴി തുറന്നിട്ട് ഒന്ന് ദൈവം അടയ്ക്കുകയുള്ളൂ. സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ കരം ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇതാ സ്തോത്രം. ഇതാ ഏലിയാവ് യാത്ര ചെയ്തു വരികയാണ്. ഏലിയാവ് ചെയ്തു വരുന്ന സമയത്ത് ഇതാ ആഹാബിനെ കണ്ടുമുട്ടുകയാണ്. ആഹാബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആഹാബ് ഏലിയാവിനെ വിളിക്കുന്ന പേര് ദൈവത്തിൽ അനുഗ്രഹീത ദൈവദാസനെ എന്നല്ല, കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസനെ എന്നല്ല, കർത്താവിൽ വിലയേറിയ ദൈവദാസനെ എന്നല്ല, ഏലിയാവിനെ നോക്കി ആഹാബ് വിളിക്കുന്ന പേര് വേദപുസ്തകം പരിശോധിക്കുന്നവർക്ക് അറിയാം. ദേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനെന്നാണ് ഏലിയാവിനെ ആഹാബ് വിളിക്കുന്ന പേര്. ദേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ ദാ വരുന്നു. പെട്ടെന്ന് ഏലിയാവിന്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ അല്ല ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്, നീയും നിന്റെ പിതൃഭവനുമാണ്. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിന് നേർച്ചേൽപ്പിപ്പാൻ ആക്കി വെച്ച നീ ഇപ്പോൾ ബാലിന് ബലികരിപ്പിച്ച് അശേര പ്രതിഷ്ഠകൾക്ക് നേർച്ചകൾ അർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ദേശത്ത് വരണ്ട കാലാവസ്ഥ നിലനിൽക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും കൂടെ സംസാരിച്ച്, ആഹാബും ഏലിയാവും കൂടെ സംസാരിച്ച് സംസാരം ഒരു സന്ധി സംഭാഷണത്തിൽ അവസാനിപ്പിക്കുക. സന്ധി സംഭാഷണം ഇങ്ങനെയാണ്: തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമെന്നിരിക്കട്ടെ. എല്ലാവരും കേൾക്കണം. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമെന്നിരിക്കട്ടെ. ഇതാ നമുക്ക് ഒരുമിച്ച് കർമ്മയിൽ നിറകിലേക്ക് കയറി പോകണം. നിങ്ങൾ എല്ലാവരും കൂടെ വരണം. എല്ലാവരും കൂടെ വരുമ്പോൾ 450 ബാലിന്റെ കള്ളപ്രവാചകന്മാരുണ്ട്, 400 അശേരയുടെ കള്ളപ്രവാചകന്മാരുണ്ട്. ആകെ 850 കള്ളപ്രവാചകന്മാർ ഒന്നിച്ച് കർമ്മയിൽ നിറകിൽ വട്ടം കൂടി യാഗപീഠം പണിത് യാഗവസ്തുവിനെ യാഗപീഠത്തിൽ മീതെ കിടത്തി അവർ തങ്ങളുടെ ദൈവത്തോട് ബാലെ ഉത്തരം അരുളണമേ, ബാലെ മറുപടി അയക്കണമേ എന്ന് രാവിലെ മുതൽ ഉച്ചവരെ വിളിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ വിളിച്ചു. പക്ഷെ വേദപുസ്തകം വായിക്കുന്നവർക്ക് അറിയാം, മറുപടി ഒന്നും ഉണ്ടായില്ല. മറുപടി ഒന്നും വരാതിരുന്നപ്പോൾ ഏലിയാവ് അവരെ പരിഹസിക്കുന്ന വാക്കുകൾ വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം. പരിഹസിക്കുന്ന സമയത്ത് അവരുടെ ശരീരം മുഴുവൻ അവർ മുറിവേൽപ്പിച്ചു. രക്തം കണ്ടിട്ടെങ്കിലും അവരാരാധിക്കുന്ന രക്തദാഹിയായ പൈശാചിക മണ്ഡലം ഇറങ്ങി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ രക്തം കണ്ടിട്ടും അവരുടെ ദൈവം ഇറങ്ങി വന്നില്ല. ഇനി എല്ലാവരും എന്നെ കേൾക്കണം. സ്തോത്രം. ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവരെ, ഇവർ ബാലിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ബാൽ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ സൂര്യനാണ്. പക്ഷേ അദൃശ്യ മേഖലയിൽ ഇവർ ആരാധിക്കുന്നത് പൈശാചിക മേഖലയാണ്. അദൃശ്യ മേഖലയിൽ ഇവർ ആരാധിക്കുന്നത് പൈശാചിക മേഖലയാണ്, സാത്താനെയാണ്. ബാലെ എന്ന് വിളിക്കുമ്പോൾ അദൃശ്യ മേഖലയിൽ സാത്താൻ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ സാത്താന് അദൃശ്യ മേഖലയിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് അവരുടെ ഈ പിശാചിന് അവന്റെ അനുയായികൾ ഈ കർമ്മയിൽ നിറകിൽ നിലവിളിക്കുമ്പോ ഈ ശബ്ദം അവന് കേൾക്കാൻ കഴിയുന്നെങ്കിലും അവന് കർമ്മയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 850 കള്ളപ്രവാചകന്മാർ ഒരുമിച്ച് പിശാചിനെ, അദൃശ്യ മേഖലയിൽ വ്യാപരിക്കുന്ന പൈശാചിക മേഖലയെ അവർ വിളിക്കുമ്പോൾ പിശാച് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പൈശാചിക മണ്ഡലം ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ പിശാചിന് കർമ്മേലിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ അനുയായികളെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഒരത്ഭുതം ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്താ? പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ കാര്യം ഇന്ന് പകൽ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ഒരു ഏലിയാവ് കർമ്മേന്റെ നിറകിൽ ഉള്ളിടത്തോളം കാലം വിളിച്ചു വരുത്തുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും കർമ്മേന്റെ നിറകിൽ ഇറങ്ങാൻ കഴിയില്ല. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. പ്രാർത്ഥി
പ്രാർത്ഥിക്കുന്നവൻ ഒരു വീടിനകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവൻ ഒരു കൂടാരത്തിനകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവൻ ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ, ദേശത്ത് വിളിച്ചു വരുത്തുന്ന ഒരു പോരാട്ടവും സഭയ്ക്കകത്ത് വ്യാപരിക്കത്തില്ല, കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്കാണ്. സ്തോത്രം. പിശാചിനെ ആരാധിക്കുന്ന, ബാലിനെ ആരാധിക്കുന്ന 850 കള്ളപ്രവാചകന്മാർ അണിനിരക്കുന്ന കർമ്മേന്റെ വേദിയിൽ പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്കാണ്. 850 ഭൂരിപക്ഷം പ്രാർത്ഥിക്കുന്ന ഒറ്റയ്ക്കാണ്. പക്ഷെ അടുത്ത ദൂത് നിങ്ങൾ ആമേൻ പറയണം. പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്കാണെങ്കിലും അവന്റെ അകത്ത് കത്തുന്ന ഒരു ദൈവത്തിന്റെ വചനമുണ്ട്. 1 യോഹന്നാൻ ലേഖനത്തിൽ നാം വായിക്കാറില്ലേ, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്കാണെങ്കിലും അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, അവന്റെ ദൈവം സകല പൈശാചിക മണ്ഡലത്തെക്കാൾ, സകല ഇരുട്ടിന്റെ സ്വാധീനതയേക്കാൾ, സകല ലോക ശക്തികളെക്കാൾ വലിയവനാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. പ്രാർത്ഥിക്കുന്നവൻ ഒരു വീടിനകത്ത് ഒറ്റയ്ക്ക് മതി. പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്ക് മതി. പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്ക് നിന്നാൽ മഹാദൈവവും നിങ്ങളുടെ കൂടെ നിൽക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അടുത്ത ദൂത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഏലിയാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ 850 കള്ളപ്രവാചകന്മാർ ഒന്നിച്ചെന്ന് വിളിച്ചിട്ട് അവരുടെ ദൈവം പ്രസാദിച്ചില്ല. അവർ അവരുടെ ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച് രക്തമൊഴുക്കി നിൽക്കുമ്പോഴും അവരുടെ ദൈവം പ്രസാദിച്ചില്ല. ഇത് ഏലിയാവിന്റെ ഊഴമാണ്. ഏലിയാവിന്റെ ഊഴത്തിൽ ഏലിയാവ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിതുറപ്പിച്ച് ഗോത്രസംഖ്യക്കൊത്തവണ്ണം കല്ലുകൾ അടുക്കി വെച്ച്, അതിന് മീതെ വിറകടുക്കി വെച്ച്, അതിന് മീതെ യാഗവസ്തുവിനെ കണ്ണം കണ്ടമായി നുറുക്കി യാഗപീഠത്തിന്റെ മീതെ കിടത്തി വീണ്ടും വിറക് വെച്ച് വീണ്ടും 3 പ്രാവശ്യം അതിനകത്ത് വെള്ളം ഒഴിച്ച് തൊട്ടടുത്ത് തോടുണ്ടാക്കി അതിനകത്തും വെള്ളം നിറച്ച് ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, 3.5 വർഷം ദേശത്ത് മഴ പെയ്തിട്ടില്ല. 3.5 വർഷം ദേശത്ത് മഴ പെയ്തിട്ടില്ലെങ്കിൽ ദേശത്ത് വരൾച്ചയുണ്ട്. അത് കഠിനമായ വരൾച്ചയായിരിക്കാം. താഴ്വാരത്തിൽ വരൾച്ചയുണ്ടെങ്കിൽ കർമ്മേൻ എന്ന നെറുകയിലും വരൾച്ച ശക്തമാണ്. വെള്ളമില്ലാത്ത അവസ്ഥ ശക്തമാണ്. അപ്പൊ താഴ്വരയിൽ വെള്ളമില്ലെങ്കിൽ പർവ്വതത്തിന്റെ മുകളിൽ എങ്ങനെ വെള്ളം വന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഏലിയാവ് ചുമന്നതായിരിക്കാം, ചുമ്മിക്കൊണ്ടുപോയതായിരിക്കും. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് അത്രയും വില കൊടുക്കുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നാം ആരും രസത്തിനല്ല പ്രാർത്ഥിക്കുന്നേ, സമയം പോക്കിനല്ല പ്രാർത്ഥിക്കുന്നേ, പ്രാർത്ഥനയ്ക്ക് നാം വില കൊടുക്കുകയാണ്. ഇന്ന് പകൽ ഒത്തിരി തിരക്കുകൾ നിങ്ങൾക്കുണ്ടായിട്ടും ഈ സഭായോഗത്തിനകത്ത് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കർത്തൃസന്നിധിയിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇത് വില കണക്കിടുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. കർമ്മേന്റെ നെറുകയിൽ യാഗപീഠം തയ്യാറാക്കി യാഗപീഠത്തിന്റെ മീതെ കിടത്തി വെള്ളമൊഴിച്ച് തൊട്ടടുത്ത് തോടുണ്ടാക്കി അതിനകത്തും വെള്ളം നിറച്ച് ഏലിയാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവസഭയ്ക്ക് പരിചയമായിരിക്കാം. ഞാൻ വ്യക്തമാക്കുകയാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, നീ ഇസ്രായേൽ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഇത് ചെയ്യുന്നത് നിന്റെ കൽപ്പന പ്രകാരം എന്ന് തിരിച്ചറിയേണ്ടതിന് ഇന്ന് വെളിപ്പെട്ടു വരണം. കേട്ടോ നിങ്ങൾ? ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടോ നിങ്ങൾ? ഒന്നാമത്തെ പ്രാർത്ഥന 3 ഭാഗമായിട്ട് തിരിച്ചിട്ട് ഞാൻ ഇന്ന് ഈ പകലിങ്ങനെ പറയാം. ഒന്നാമത് താൻ പ്രാർത്ഥിക്കുന്നത് സത്യദൈവം വെളിപ്പെടണം. രണ്ടാമത്തെ തന്റെ പ്രാർത്ഥന ഞാൻ സത്യദൈവത്തെ ആരാധിക്കുന്നവനാന്ന് വെളിപ്പെടണം. 3, ഞാൻ ഈ പണിയെടുപ്പിച്ച യാഗപീഠം ഉണ്ടല്ലോ, എന്റെ ബുദ്ധിയിൽ വന്ന ആശയമല്ല, അത് ദൈവ പദ്ധതി എന്ന് ജനം മനസ്സിലാക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 1, സത്യദൈവം വെളിപ്പെടണം. 2, സത്യാരാധകൻ ഞാനാണെന്ന് വെളിപ്പെടണം. 3, ഈ പണി കഴിപ്പിച്ച യാഗപീഠം എന്റെ ബുദ്ധിയിൽ പണിതതല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ജനം മനസ്സിലാക്കണം. ദൈവസഭ ആമേൻ പറയണം കേട്ടോ. ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മോട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകാൻ പോകുകയാണ്. സത്യദൈവം വെളിപ്പെടാൻ പോകുകയാണ്. സത്യാരാധകൻ നാമാന്ന് വെളിപ്പെടാൻ പോകുകയാണ്. നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക അനുഭവം ഇല്ലേ, അത് ബുദ്ധിയിൽ വന്ന ആശയമല്ല, ദൈവത്തിന്റെ പദ്ധതി എന്ന് ജനം കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
എലിയാവിന്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തി. സ്വർഗത്തിൽ നിന്ന് മറുപടി ഇറങ്ങി വന്നു. തീ പോലെയാ മറുപടി ഇറങ്ങി വന്നേ. തീ ഇറങ്ങി വന്ന് യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു, വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞു. വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, യാഗപീഠം എവിടെയാണോ പണിതത് അവിടുത്തെ മണ്ണുവരെ ദഹിച്ച് മാറ്റപ്പെട്ടു, ദഹിച്ച് മാറ്റപ്പെട്ടു. ഇനി അതിനകത്ത് നിന്ന് ഒരു സന്ദേശം ദൈവസഭയോട് പറയാം. യാഗപീഠത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തീ, യാഗപീഠത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തീ യാഗപീഠം പണികിടിപ്പിച്ച മണ്ണിനെ വരെ ദഹിപ്പിച്ചെങ്കിൽ, ഞാൻ ദൈവസഭയോട്, ദൈവമക്കളോട് ഇടപെടുന്നു. ഇന്ന് ഈ പകൽ നമ്മിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ മഹത്വം നാം നിൽക്കുന്ന മണ്ണിനകത്തേക്കും വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറയാം. യാഗപീഠം പണികിടിപ്പിച്ച ഇടത്തേക്ക് ആ തീ ഇറങ്ങി വന്ന് മണ്ണ് വരെ ദഹിപ്പിച്ചെങ്കിൽ, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവമഹത്വം നാം നിൽക്കുന്ന മണ്ണിനകത്തേക്ക് ചലിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാഗപീഠത്തിൽ തീ ഇറങ്ങി വന്നു. ജനമെല്ലാം കവണ്ടു വീണ് വിളിച്ചു പറഞ്ഞു, യഹോവ തന്നെ ദൈവം, യഹോവ തന്റെ ദൈവം. ഇതിനകത്തൊരു ദൂതുണ്ട്, എല്ലാവരും കേൾക്കണം കേട്ടോ. ഏലിയാവ് പണികിടിപ്പി യാഗപീഠത്തിൽ തീ ഇറങ്ങി വന്നപ്പോ ജനമെല്ലാം പറഞ്ഞത് ഏലിയാവ് എന്തോ മാജിക് വിദ്യയിൽ കത്തിച്ചെന്നാണോ? ആണോ? ഏലിയാവ് എന്തോ തീപ്പെട്ടി കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഈ കത്തിക്കുന്ന സാധനം കൊണ്ട് എന്തെങ്കിലും കാര്യാദികൾ അവിടെ ചെയ്യുന്നതാണോ? അല്ല. ജനമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവമായ ചതിയ, ദൈവമായ ചതിയ. ഞാൻ റിജോയ്സ് മിനിസ്ട്രിയോട് ഇന്ന് ഈ പകൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാ ദൂതറ്റെടുക്കണം. ഈ പ്രാർത്ഥനാ യോഗത്തിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ആർക്കും വിമർശിക്കാൻ കഴിയാത്ത ചില മറുപടികളെ ദൈവം പകരാൻ പോകുകയാണ്. കേൾക്കുന്നുണ്ടോ? ഒരു സെൻട്രൽ പാസ്റ്റർക്കോ, ഒരു ലോക്കൽ പാസ്റ്റർക്കോ, ഒരു കുടുംബക്കാരനോ, ഒരു ചാർച്ചക്കാരനോ, ഒരു സഭയിലെ പ്രിയപ്പെട്ടവർക്കോ വിമർശിക്കാൻ കഴിയാത്ത, ഇത് ദൈവത്താൽ സ്ഥാപിതമായ മറുപടിയാണ്, ദൈവത്താൽ അയക്കപ്പെട്ട മറുപടിയാണ്, ദൈവത്തിൽ നിന്ന് വന്ന വിടുതലാണ്, ദൈവത്തിന് അയക്കപ്പെട്ട ഭാവിയാണ് എന്ന് പറയത്തക്ക നിലവാരത്തിൽ വിമർശിക്കാൻ കഴിയാത്ത ചില മറുപടികൾ. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ചിലരോട് ആത്മാവിന്റെ പകൽ പ്രവചിക്കുകയാണ്. നിങ്ങൾ ഈ ദിവസം കഴിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിനകത്ത് വിമർശിക്കാൻ കഴിയാത്ത ചില മറുപടികൾ ദൈവം നിങ്ങളുടെ മേൽ അയക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്കകത്ത് വിമർശിക്കാൻ കഴിയാത്ത, ആരെ കൊണ്ട് വിമർശിക്കാൻ കഴിയാത്ത, ഇത് ദൈവത്താലാ വന്നത്, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് വരുമാറ് വിമർശിക്കാൻ കഴിയാത്ത ചില മറുപടികൾ നിങ്ങൾ ഈ ദിവസം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് കർത്താവ് അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം നമുക്ക്. ഹല്ലേലൂയ. ഇതാ വിമർശിക്കാൻ കഴിയാത്ത മറുപടി ഇറങ്ങി വരികയാണ്. പിന്നീട് ഏലിയാവ് ചെയ്ത കാര്യം, 850 കള്ളപ്രവാചകന്മാരെ തന്റെ വാളിന്റെ വാഴ്ത്തലയാൽ വെട്ടിക്കളഞ്ഞ് കീശോൻ തോടുവഴി ആ രക്തം ഒഴുക്കിയിട്ട് ഏലിയാവ് വീണ്ടും കർമ്മേലിന്റെ നെറുകയിൽ പ്രാർത്ഥിക്കാൻ കയറുകയാണ്. കർമ്മേലിന്റെ നെറുകയിൽ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ പ്രാർത്ഥനയുടെ വിധം ഇങ്ങനെയാണ്. തന്റെ മുഴങ്കാലുകൾക്കിടയിൽ തന്റെ തല കയറ്റി വെച്ച് ഏതാണ്ട് ഇസത്ത് മാതൃകയിൽ ഒരു ഗർഭിണിയുടെ ഉദരത്തിനകത്ത് ഗർഭ ശിശു എങ്ങനെ കിടക്കുന്നേ അതുപോലെ ഏലിയാവ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാവാചകം എന്തെന്നറിയാമോ? സ്തോത്രം. തീ ഇറക്കണമെന്നല്ല, മഴ പെയ്യണം. ദേശത്ത് 3 വർഷമായി മുടങ്ങിയ മഴ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ബാല്യക്കാരനെ അടുക്ക വിളിച്ച് താൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നീ കടൽ നിരച്ചു നോക്കണം, എന്തെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ, എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ഉത്തരം പറയണം. 1-ാം പ്രാവശ്യം ഏലിയാവ് പ്രാർത്ഥിച്ചു. കേൾക്കുന്നുണ്ടോ? നാം പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 1-ാം പ്രാവശ്യം ഏലിയാവ് പ്രാർത്ഥിച്ചു. മറുപടി ഉണ്ടായില്ലയോ? ഉണ്ടായില്ലയോ? നിങ്ങളുടെ വായ നനയ്ക്കുകയെ. മറുപടി ഉണ്ടായോ ഇല്ലയോ? ഉണ്ടായില്ല. 2-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു. മറുപടി ഉണ്ടായോ? ഇല്ല. 3-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഉണ്ടോ? 3-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു. 4-ാം പ്രാവശ്യവും എവിടെ തന്നെ ഏലിയാവുണ്ട്? പ്രാർത്ഥനയിൽ തന്നെയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം 1-ാം പ്രാവശ്യം പ്രാർത്ഥിക്കും, 2-ാം പ്രാവശ്യം പ്രാർത്ഥിക്കും, 3-ാം പ്രാവശ്യം പ്രാർത്ഥിക്കും,
മറുപടി കിട്ടിയില്ലെങ്കിൽ അവിടെ എഴുന്നേറ്റ് പോകും. പക്ഷെ ഏലിയാവ് നമ്മോട് പറയുന്നത് മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കണമെന്ന്. 1-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, 4-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. 4-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, 5-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി ഉണ്ടായില്ല. 6-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി ഉണ്ടായില്ല. പിന്നെയും ഏലിയാവ് ഇവിടെ തന്നെയുണ്ട്, പ്രാർത്ഥനയിൽ തന്നെയുണ്ട്. 7-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ, എല്ലാവരും കേൾക്കണം, 7-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ഇതാ ബാല്യക്കാരൻ വന്നു പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഒരു മനുഷ്യന്റെ കൈ എന്ന പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ കൈ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഇനി എല്ലാവരും എന്നെ കേൾക്കണം. അതിന് തൊട്ടു മുകളിൽ ഏലിയാവ് ആഹാബിനോട് പറയുന്ന ശബ്ദമുണ്ട്, വലിയ മഴയുടെ മുഴക്കമുണ്ട്. വലിയ മഴയുടെ മുഴക്കം. എല്ലാവരും കേട്ടോണം, വലിയ മഴയുടെ മുഴക്കം. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഏലിയാവിനോട് ബാല്യക്കാരൻ വന്നു പറയുന്ന മറുപടി, ഒരു മനുഷ്യന്റെ കൈ എന്ന വണ്ണം ഒരു ചെറിയ മേഘം. ചെറിയ മേഘം. ഒന്നുകൂടെ വ്യക്തമാക്കാം, കണ്ടത് എന്താ? കണ്ടത് എന്താ? ഏലിയാവിനോട് ബാല്യക്കാരൻ കണ്ടു എന്ന് പറയുന്ന മറുപടി എന്താ? ഒരു മനുഷ്യന്റെ കൈ എന്ന വണ്ണം ഒരു ചെറിയ മേഘം. പക്ഷെ കേട്ടതെന്താ? തൊട്ടുമുകളിൽ ഏലിയാവ് ആഹാബിനോട് പറയുന്നു, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഒന്നുകൂടെ വ്യക്തമാക്കാം, കണ്ടത് എന്താ? ചെറിയൊരു മേഘമാണ്. പക്ഷെ കേട്ടതെന്താണ്? വലിയ മഴയുടെ മുഴക്കമാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം, കാണുന്നത് ഇപ്പോഴത്തെ പരിസ്ഥിതിയാണ്, ഇപ്പോഴത്തെ ഇല്ലായ്മയാണ്, ഇപ്പോഴത്തെ തകർച്ചയാണ്, ഇപ്പോഴത്തെ തടസ്സമാണ്, ഇപ്പോഴത്തെ ശൂന്യതയാണ്. പക്ഷെ കേട്ടതൂതെന്താണ്? പറ. കേട്ടതൂത് ഇങ്ങനെ മുൻപോട്ട് പോകുന്നല്ല, ഇങ്ങനെ മുൻപോട്ട് ചലിക്കുമെന്നല്ല, ഇങ്ങനെ തടസ്സങ്ങൾ കണ്ട് ജീവിക്കുമെന്നല്ല. കേട്ടതൂത് തടസ്സങ്ങൾ മാറുമെന്നാണ്. കേട്ടതൂത് ദൈവം വഴി തുറക്കുമെന്നാണ്. കേട്ടതൂത് ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നാണ്. കേട്ടതൂത് വിശാലത ദൈവം നൽകുമെന്നാണ്. കേട്ടതൂത് നമ്മെ സൗഖ്യമാക്കുമെന്നാണ്. കാണുന്നത് രോഗമായിരിക്കാം, കാണുന്നത് തകർച്ചയായിരിക്കാം, കാണുന്നത് വല്ലാത്ത പ്രതികൂലമായിരിക്കാം. പക്ഷെ കേട്ടതൂത് വലിയ വൻമഴയുടെ ഞാൻ റിജോയ്സ് മിനിസ്ട്രിയിൽ കൂടുന്ന ദൈവമക്കളുടെ ആത്മനിറവിൽ പ്രവചിച്ചു പറയുന്നു, ഈ ദിവസം കാണുന്നത് പോലെ അല്ല നിങ്ങളുടെ ഭാവി, കേട്ടതുപോലെയാണ്. കേൾക്കുന്നുണ്ടോ? കാണുന്നത് പോലെ അല്ല നിങ്ങളുടെ മുന്നേറ്റം, കേട്ടതുപോലെയാണ്. കാണുന്നത് പോലെ അല്ല നിങ്ങളുടെ ശുശ്രൂഷ, കേട്ടതുപോലെയാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം, കാണുന്നത് വെച്ച് ദൈവിക ദൂതനെ വിലയിരുത്തരുത്. കാണുന്നത് വെച്ച് നിങ്ങളുടെ മുൻപോട്ടുള്ള ഭാവിയെ വിലയിരുത്തരുത്. കാണുന്നതല്ല, കേൾക്കുന്നതനുസരിച്ച്, ദൈവ ശബ്ദമനുസരിച്ച്, കേട്ട ദൂതനുസരിച്ച് ദൈവം നമ്മുടെ സ്ഥിതി തിരിക്കാൻ പോകുകയാണ്. ഞാൻ ആ ചർച്ചിനകത്ത് നിന്ന് പ്രസംഗിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്ന് പകൽ എനിക്കൊരു ഹൃദയത്തിനകത്തൊരു ഭയങ്കര നിയോഗം നൽകുന്നു. ആത്മാവ് ഇടപെടുകയാണ്. കാണുന്നത് പോലെയല്ല. ഞാൻ സൂം മീറ്റിംഗിൽ പ്രസംഗിക്കുന്നെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് പോലെ ആത്മാവ് എനിക്ക് ബോധ്യം നൽകിയിട്ട് ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കാണുന്നത് പോലെ അല്ലെന്ന്, കേട്ടതുപോലെ മാറാൻ പോകുകയാണ്. കേട്ടതുപോലെ സ്ഥിതി തിരിയാൻ പോകുകയാണ്. കേട്ടതുപോലെ നമ്മുടെ ഭാവിയെ ദൈവം തിരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നു. ഞാൻ 3 ഉദാഹരണങ്ങൾ പറയാം. ആ 3 ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാകും. പഴയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ 2 കഥാപാത്രങ്ങളാണ് അബ്രഹാമും സാറയും. രണ്ടുപേരും പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ, ഞാൻ എങ്ങനെ പറയുന്നത്, പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ രണ്ടുപേരും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അസാധ്യത, 2 നിർജീവത്വം. കേൾക്കുന്നുണ്ടോ? അബ്രഹാം സാറയിലേക്ക് നോക്കുമ്പോൾ സാറയുടെ ഗർഭപാത്രം നിർജീവത്വമാണ്. സാറ അബ്രഹാമിലേക്ക് നോക്കുമ്പോൾ അബ്രഹാമിന്റെ ശരീരവും നിർജീവത്വമാണ്. രണ്ടുപേരും പറയും അസാധ്യതയാണ് കേട്ടോ, നിർജീവത്വമാണ്. ഇനി മുൻപോട്ടൊരു സാധ്യതയില്ല, എല്ലാം നിർജീവത്വമാണ്, അസാധ്യതയാണ്. ഇങ്ങനെ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ സർവശക്തനായ എൽ ഷദ്ദായിയായ ദൈവം ഇറങ്ങി വന്ന് അബ്രാമിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അബ്രാമേ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുന്നത് കൊണ്ട് നിന്റെ പേര് നീ അബ്രാം എന്നല്ല, അബ്രഹാം എന്ന് വിളിക്കപ്പെടും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, കാണുന്നത് നിർജീവത്വമാണ്, കാണുന്നത് അസാധ്യതയാണ്. പക്ഷെ കേട്ട ദൂത് പറ, കേട്ട ദൂത് ബഹുജാതികൾക്ക് പിതാവാകുമെന്നാണെങ്കിൽ
കേട്ട ദൈവവചനത്താൽ കാണപ്പെട്ട പ്രതികൂലങ്ങൾ, കാണപ്പെട്ട അസാധ്യതകൾ, കാണപ്പെട്ട ഞാൻ ഈ ദൂത് പറയുന്നു ചിലരോട്. ഈ ദൂത് നിങ്ങൾ ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുമ്പോ കാണുന്ന പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും കേൾക്കപ്പെട്ട ദൂത് അതിനേക്കാൾ വലിപ്പമുള്ളതാണ്, അതിനേക്കാൾ കരുത്തുള്ളതാണ്, അതിനേക്കാൾ ശക്തിയുള്ളതാണ്. രോഗം എത്ര തീവ്രതയുള്ളതാണെങ്കിലും സൗഖ്യമാക്കുന്ന ദൂത് അതിനേക്കാൾ വലിപ്പമുള്ളതാണ്. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യ്. കാണുന്നത് പോലെയല്ല, കേട്ടതുപോലെ സ്ഥിതി ദൈവം തിരിക്കാൻ പോകുകയാണ്. കേട്ടതുപോലെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വരിക. പുതിയ നിയമത്തിൽ വരുമ്പോൾ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടക്കുകയാണ്. ദീനം ഇപ്പോൾ മാറി മരണം സംഭവിച്ചു. മരണം ഇപ്പോൾ സംഭവിച്ചു മാത്രമല്ല, ലാസറിന്റെ ബോഡി കല്ലറയ്ക്കകത്ത് എടുത്തു വെച്ചു. കല്ലറയ്ക്കകത്ത് ബോഡി ഇരിക്കുന്ന സമയത്ത് കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് പറയാമോ? കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം ഞാൻ പറയാം, എല്ലാവരും കേട്ടോണം. ശരീരം മുഴുവൻ ശീലകൾ കൊണ്ട് കെട്ടി, ശരിയല്ലേ? ശരീരം മുഴുവൻ ശീലകൾ കൊണ്ട് കെട്ടി, മുഖം റൂമാല് കൊണ്ട് മൂടി. അടുത്തത് സ്തോത്രം, നാറ്റം വെച്ചു എന്ന് സഹോദരി തന്നെ അഭിപ്രായപ്പെട്ടു. 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. ഇനി അടുത്ത വാക്ക് നിങ്ങൾ കേൾക്കണം. ഒരു വലിയ കല്ല് അതിന്റെ മുമ്പിൽ ഉരുട്ടി വെച്ചു. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം: 1, ശീലകൾ കൊണ്ട് കെട്ടി; 2, റൂമാല് കൊണ്ട് മൂടി; 3, നാറ്റം വെച്ചു; 4, കല്ല് വെച്ചടച്ചു. കാണപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കേൾക്കപ്പെട്ട ദൂത് പറ. നിങ്ങൾ കേൾക്കപ്പെട്ട ദൂത് പറ. 11-ാം അധ്യായം 40-ാം വാക്യം. മാർത്തയുടെ മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ... മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമയും പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. കേൾക്കപ്പെട്ട ദൂത് വിശ്വസിച്ചാൽ മഹത്വം വെളിപ്പെടുമെന്നാണെങ്കിൽ കേൾക്കപ്പെട്ട ദൂതിനാൽ കാണപ്പെട്ട റൂമാലുകൾ അഴിയുകയാണ്, കാണപ്പെട്ട ശീലകൾ അഴിയുകയാണ്, കാണപ്പെട്ട കല്ലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ദൂതം സ്വീകരിച്ചോണം കേട്ടോ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, കേൾക്കപ്പെട്ട ദൂതിനാൽ കാണപ്പെട്ട ആ പ്രതികൂലങ്ങൾ, കാണപ്പെട്ട ആ വൈരികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉടഞ്ഞു മാറുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരവും നടിച്ച് ഞാൻ വെറുതെ പറയല്ല, ഞാനൊരു ചടങ്ങ് തീർക്കുന്ന പ്രസംഗമായിട്ടല്ല വന്നിരിക്കുന്നേ. പരിശുദ്ധാത്മാവോട് ശക്തമായിട്ട് ഇടപെടുന്നു. കാണുന്നത് പോലെയല്ല സഹോദരനെ, കേട്ടതുപോലെ. കാണുന്നത് പോലെ അല്ല സഹോദരി, കേട്ടതുപോലെ. കാണുന്നത് പോലെ അല്ല മാതാവേ, കേട്ടതുപോലെ. കേൾക്കപ്പെട്ട ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ വിശ്വസിച്ച രാമേൻ പറഞ്ഞു, കാണുന്ന പ്രതികൂലങ്ങൾ അതിനു മുമ്പിൽ മാറിപ്പോകുകയാണ്, കാണുന്ന പ്രതിസന്ധികൾ അതിനു മുമ്പിൽ മാറിപ്പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അടുത്തൊരു സന്ദേശം പറഞ്ഞു നിങ്ങൾ കേട്ടോ. നമ്മുടെ ഭാവി പ്രത്യാശ എന്താ? നമ്മുടെ ഭാവി പ്രത്യാശ എന്താ? റിജോയ്സ് മിനിസ്ട്രി ഈ എല്ലാവരും കേൾക്കണം. നമ്മുടെ ഭാവി പ്രത്യാശ എന്താ? 6:45, 5:45 അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ച സമയത്തിനകത്ത് നമ്മുടെ യോഗം തീരുകയല്ല നമ്മുടെ ഭാവി പ്രത്യാശ. നമ്മുടെ ഭാവി പ്രത്യാശ കർത്താവിന്റെ വരവാണ്, അല്ലേ? കർത്താവിന്റെ വരവാണ്. എന്താ കർത്താവിന്റെ വരവിനെ പറ്റി തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത്? കർത്താവ് തൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കാൻ നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും എന്നു സന്ദേശമാണ് നമ്മുടെ ഭാവി പ്രത്യാശ. ദൈവസഭയുടെ ഭാവി പ്രത്യാശത ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, നിറവ്യത്യാസമുള്ള നമ്മുടെ ശരീരത്തിൽ, നിറവ്യത്യാസമുള്ള ശരീരത്തിൽ കർത്താവിന്റെ വരവിൽ തേജസ് വെളിപ്പെടും. വിശ്വസിക്കുന്നു? തേജസ് വെളിപ്പെട്ടാൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വം പ്രാപിക്കും, ഈ മർത്യമായത് അമർത്യതയെ ധരിക്കും. പിന്നെ നാം ഇവിടെ നിൽക്കില്ല, നാം കർത്താവിന്റെ കൂടെ വളരെ സന്തോഷത്തിൽ കാണപ്പെടും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. കേൾക്കപ്പെട്ട വചനം കൊണ്ട് കാണപ്പെട്ട നമ്മുടെ ശരീരത്തിൽ വ്യത്യാസം വെളിപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? കേൾക്കപ്പെട്ട വചനത്താൽ കാണപ്പെട്ട നമുക്ക് രൂപാന്തരം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എത്ര പേർ വാ തുറന്ന് കരമുയർത്തി പറയും, കേട്ടതുപോലെ എന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്, കാണുന്നത് പോലെ ഞാൻ തീരില്ല, കാണുന്നത് പോലെ എന്റെ അവസ്ഥ അതപ്പതിക്കില്ല, കേട്ടതുപോലെ ദൈവം എന്നെ തിരിക്കാൻ പോകുകയാണ്. ഓ രാക്ഷസ് മന ദിയാര അടബദിനി അന്തൽകമന ഗടഗച്ചുടി മന ഗസിയാദൽ കരാദി. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ചിലരോട്, ചില കുടുംബങ്ങളോട് ആത്മാവ്
പ്രവചിക്കുകയാ. നിങ്ങളുടെ ജോലി വിഷയത്തോട് ആത്മാവ് പ്രവചിക്കുകയാ. നിങ്ങളുടെ ആത്മീയ മുമ്പോട്ടുള്ള ഗമനാഗമനത്തോട് പരിശുദ്ധമ പ്രവചിക്കുകയാ. കാണുന്നത് പോലെയല്ല, കേട്ടതുപോലെ. കേട്ടതുപോലെ കേട്ടതുപോലെ. എല്ലാവരും പറയുമായിരിക്കാം, നീ ഇങ്ങനെ അവസാനിക്കുകയുള്ളൂ കേട്ടോ, നിന്റെ ജീവിതം ഇങ്ങനെ ആവുകയുള്ളൂ കേട്ടോ, നിന്റെ ജീവിതം ഇങ്ങനെ തീരുകയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ കാണുന്ന ഇതാണെങ്കിലും എന്നോട് ദൈവം പറഞ്ഞ ദൂത്, ദൈവം എന്നോട് പറഞ്ഞ ദൈവം എന്നോട് ഇടപെട്ട ദൈവിക വചനത്തിന്റെ പ്രകാശനം ഇതൊന്നുമല്ല. ദൈവന്റെ സ്ഥിതി മാറ്റുമെന്നാ പ്രവചിച്ചിരിക്കുന്നത്. ദൈവം എനിക്ക് വഴി തുറക്കുമെന്നാ പ്രവചിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവസഭയോട് പ്രവചിച്ചു പറയുന്നു, കാണുന്നത് പോലെയല്ല, കേട്ടതുപോലെ സ്ഥിതി തിരിയാൻ പോകുകയാണ്. ഇനി നിങ്ങൾ കേട്ടോ, എല്ലാവരും കണ്ടോ, എല്ലാവരും ദൈവജനത്തെ ശ്രദ്ധിക്കണം, ദൈവജനത്തെ ഏറ്റെടുക്കണം. നിങ്ങൾ അടുത്തത് നിങ്ങൾ കേട്ടോ, ഏലിയാവ് കണ്ടത് ചെറിയൊരു മേഘമാണ്, പക്ഷെ കേട്ടത് വലിയ വൻമഴയുടെ മുഴക്കമാണ്. ഇനി വേദപുസ്തകം നിങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ദേശത്ത് പെയ്തത് ഒരു ചാറ്റൽ മഴയല്ല, ചാറ്റൽ മഴയല്ല. വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, ദേശത്ത് വൻമഴ പെയ്തു. കേട്ടതെന്താണോ അതുപോലെ ദേശത്ത് പെയ്തു. ഒന്നുകൂടെ വ്യക്തമാക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം കേട്ടതുപോലെ, കാണുന്നത് കൈപോലൊരു മേഘമാണെങ്കിൽ ഇത് ചാറ്റൽ മഴയിൽ തിരില്ല. കേട്ട ദൈവശബ്ദം അനുസരിച്ച് ദൈവം വൻമഴയാക്കാൻ പോകുകയാണ്. ദൈവം വലിയ മഴയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കേട്ടതുപോലെ ദൈവം നമ്മുടെ സ്ഥിതിയെ തിരിക്കാൻ പോകുകയാണ്. ഇനി അടുത്തത് നിങ്ങൾ കേട്ടെ, ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് കർമ്മയിൽ നിന്നിറങ്ങിയില്ല. കേട്ടോ, ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് കർമ്മയിൽ നിന്നിറങ്ങിയില്ല. പക്ഷെ മഴ പെയ്തിറങ്ങിയത് കർമ്മേലിൽ മാത്രമല്ല, ദേശത്തെല്ലായിടവുമാണ്, ഇസ്രായേൽ മുഴുവനുമാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇസ്രായേൽ എവിടെയൊക്കെ വരണ്ട തോടുകളുണ്ടോ, ഇസ്രായേൽ എവിടെയൊക്കെ വരണ്ട കിണറുകളുണ്ടോ, ഇസ്രായേൽ എവിടെയൊക്കെ വരണ്ട ഉറവകളുണ്ടോ, അവിടേക്കെല്ലാം മഴ പെയ്തിറങ്ങിയെങ്കിൽ, ദോഹയിൽ നിങ്ങൾ റിജോയ്സ് മിനിസ്ട്രിയിൽ ആ ചർച്ചിനകത്താ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മറുപടി പെയ്തിറങ്ങുന്നത്, മറുപടി വെളിപ്പെടുന്നത് ആ ചർച്ചിനകത്ത് മാത്രമല്ല, നിങ്ങളുടെ തലമുറയായിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളുടെ നാട്ടിലെ കുടുംബത്തിനകം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറ. പ്രാർത്ഥിക്കുന്നത് കർമ്മയിൽ നിറകിലാണെങ്കിൽ മഴ പെയ്തിറങ്ങുന്നത് കർമ്മയിൽ മാത്രമല്ല, ദേശത്ത് മുഴുവനുമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ ദിവസം എന്റെ പ്രാർത്ഥന 4 ഭിത്തിക്കകത്ത് ഒതുങ്ങുന്ന വിടുതലിനെ ഞാൻ കാക്ഷിക്കുകയല്ല. എന്റെ പ്രാർത്ഥനയിൽ ദേശത്തിന്മേൽ ഉണർവിന്റെ മഴ ദൈവം അയക്കാൻ പോകുകയാണ്. എന്റെ കുടുംബത്തിന്മേൽ ദൈവികമായ മറുപടികളുടെ മഴയെ ദൈവം അയക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി നിങ്ങൾ എല്ലാവരും കേട്ടോണം എന്നെ. എലിയാവ് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. എലിയാവിലൂടെ പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി 55 സങ്കീർത്തനം 17 വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പാടുന്നത് ഇങ്ങനെയാണ്: ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും, കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നേ. ഏലിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി 55 സങ്കീർത്തനം 17 വാക്യം: ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ആരുടെ വാക്കാണത്? ആരുടെ വാക്കാണത്? ദാവീദിന്റെ വാക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ദാവീദ് ആരായിരുന്നു? ഇടയനായിരുന്നു. ഇപ്പോൾ ആരായിരിക്കുന്നു? രാജാവാണ്. ഇപ്പോൾ താൻ രാജാവായിരിക്കുക. രാജാവിന് ഉത്തരവാദിത്വം ഉണ്ടോ? രാജാവിന് ഉത്തരവാദിത്വം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തിരക്കാണോ താൻ? നന്നായിട്ടുള്ള തിരക്കുണ്ട്. കാരണം രാജ്യഭാരം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു. നന്നായിട്ടുള്ള തിരക്ക് തനിക്കുണ്ട്. ഉത്തരവാദിത്വം തനിക്ക് ഏറെയുണ്ട്. ഇത്രയും ഉത്തരവാദിത്വവും ഇത്രയും തിരക്കുള്ള മനുഷ്യൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ: ഞാൻ രാവിലെ പ്രാർത്ഥിക്കും, ഞാൻ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, ഞാൻ വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ചു കരയും. കേൾക്കുന്നുണ്ടോ? ഇത്രയും ഉത്തരവാദിത്വം രാജ്യഭാരം വഹിക്കുന്ന രാജാവ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും രാവിലെ, ഞാൻ ഉച്ച സമയത്ത് പ്രാർത്ഥിക്കും, ഞാൻ വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ചു കരയും. ദാവീദും നാമും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ഞാൻ പറയട്ടെ. ദാവീദ് എത്ര തിരക്ക് വന്നാലും എത്ര തിരക്ക് വന്നാലും അവസാനിപ്പിക്കാത്തത് പ്രാർത്ഥനയാണ്. നാം തിരക്ക് വരുമ്പോൾ ആദ്യം അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? ദാവീദ് എത്ര തിരക്ക് വന്നാലും അവസാനിപ്പിക്കാത്തത് പ്രാർത്ഥനയാണെങ്കിൽ, തിരക്ക് വേണ്ടല്ലോ, എഴുതി കാണിച്ചാൽ മതി, പിന്നെ നാം അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം തിരക്കേറിയ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നവരാണ്. ധാരാളം ജോലിയുടെ തിരക്കുകൾ, കുടുംബത്തിന്റെ തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറയാം. യിരെമ്യാ പ്രവാചക പുസ്തകം 9 അധ്യായത്തിൽ യിരെമ്യാവ്
കരയുന്ന പ്രവാചകൻ എന്ന അപരനാമത്തെ അറിയപ്പെട്ട രമ്യാവിന്റെ പ്രാർത്ഥന, അയ്യോ എന്റെ ജനത്തിന്റെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തലവെള്ളവും എന്റെ കണ്ണ് നീരുറയുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഇരമ്യ പ്രാർത്ഥിച്ചെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വീണ്ടും നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്ക് വരാം. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തെ രണ്ടു വിധത്തിലാണ് നാം തിരിച്ചു പഠിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥനയുടെ പ്രവൃത്തികൾ. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ. കേൾക്കുന്നുണ്ടോ? ഒന്ന്, പ്രാർത്ഥനയുടെ പ്രവൃത്തികൾ എന്ന് പറയാം ഈ പുസ്തകത്തെ. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയാം. ഇനി പ്രാർത്ഥനയുടെ പ്രവൃത്തികൾ എന്ന ഈ വിശദീകരണം ഈ പുസ്തകത്തിന് നൽകുമ്പോൾ തന്നെ നിങ്ങൾ 1 മുതൽ 28 അധ്യായങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു. എല്ലാ അധ്യായത്തിനകത്തും പ്രാർത്ഥന എന്നൊരു വാചകം നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലന്മാർ ജീവിതത്തിന്റെ പ്രതിസന്ധികളെയൊക്കെ അവർ വകഞ്ഞു മാറ്റി മുൻപോട്ട് പോയതിന്റെ പിന്നിൽ പ്രാർത്ഥനയിൽ അവർ സമയം ചിലവിട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവുന്നിടത്തോളം അവർ അനുഭവിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്തു. അപ്പോൾ തന്നെ അവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇനി പ്രാർത്ഥനയുടെ പ്രവൃത്തികൾ എന്നറിയപ്പെടുന്ന ഈ പുസ്തകത്തിനകത്തെ 2 അധ്യായത്തിലെ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോവുക. 2 അധ്യായത്തിലെ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോകുകയാണ്. ഒന്ന്, 10-ാം അധ്യായം. 2, 12-ാമത്തെ അധ്യായം. നിങ്ങൾ ഈ പ്രസംഗത്തിന് ശേഷവും ഈ വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കണം കേട്ടോ. 10-ാം അധ്യായം, 12-ാം അധ്യായം. നാം ചിന്തിക്കുന്നത് പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നറിയപ്പെടുന്ന, പ്രാർത്ഥനയുടെ പ്രവൃത്തികൾ എന്നറിയപ്പെടുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ ദൈവസഭയുടെ പ്രാർത്ഥനയെ വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 അധ്യായങ്ങളാണ് 10-ാം അധ്യായവും 12-ാം അധ്യായവും. 10-ാം അധ്യായത്തിലെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. കൈസരിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനുണ്ട്. 4 യോഗ്യതകൾ തനിക്കുണ്ട്. 1, പ്രാർത്ഥിക്കുന്നവൻ. 2, ധർമ്മം കൊടുക്കുന്നവൻ. 3, ഭക്തൻ. 4, ദൈവത്തെ ഭയപ്പെടുന്നവൻ. ഈ 4 യോഗ്യതയുള്ള കൊർന്നേലിയോസ് ഒരു ദിവസം കൂടാരത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് കൊർന്നേലിയോസിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ഒക്കെ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നിനക്ക് ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ നീ സ്നാനപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കണം. ദൈവത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെയൊന്നും ആളില്ല, യോപ്പയിലേക്ക് ആൾ വിടണം. യോപ്പയിലേക്ക് ആൾ വിട്ടിട്ട് തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ നിന്റെ വീട്ടിലകത്തേക്ക് വിളിച്ചുകൊണ്ടിരണം. ഇത് കൊർന്നേലിയോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന സമയത്ത് കൊർന്നേലിയോസ് അതിനെ അനുസരിച്ചോ ഇല്ലയോ? വേദപുസ്തകം വായിക്കുന്നവർ പറയും, ആ കൊർന്നേലിയോസ് ആ വാക്കിനെ, ദൈവത്തിന്റെ വാക്കിനെ, ദൂതന്റെ വാക്കിനെ നന്നായിട്ട് അനുസരിച്ചു. ഞാൻ ചോദിക്കട്ടെ, കൊർന്നേലിയോസ് ആരാ? ഒരു ശതാധിപനാണ്. എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപനാണ്. താൻ ഇങ്ങോട്ട് വരികയെന്ന് ഒരു വ്യക്തിയോട്, തന്റെ കീഴിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, തിരിച്ചങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. എന്ന് പറഞ്ഞാൽ 100 വ്യക്തികൾ തന്റെ ആജ്ഞ സ്വീകരിക്കാൻ വേണ്ടി തന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 100 പേര് താൻ പറഞ്ഞാൽ കേൾക്കാൻ റെഡിയായി നിൽക്കുക. ഞാനിങ്ങനെ പറയാറുണ്ട്, 100 പേര് കൊർന്നേലിയോസേ നീ പറഞ്ഞിട്ട് കേട്ടാലും ദൈവം പറഞ്ഞിട്ട് നീ കേട്ടില്ലെങ്കിൽ, നിന്നെ പോലെ അധമനായ ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ആ ദേശത്ത് ഉണ്ടാകില്ല. ഒന്നുകൂടെ വ്യക്തമാക്കാം, 100 പേര് കൊർന്നേലിയോസ് പറഞ്ഞിട്ട് കേട്ടാലും ദൈവം പറഞ്ഞിട്ട് താൻ കേൾക്കാൻ തന്നെ പോലെ അധമനായ ഒരു മനുഷ്യനില്ല. ഞാൻ നേരെ തിരിച്ചു പറയാം, 100 പേര് കൊർന്നേലിയോസേ നീ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞിട്ട് നീ കേട്ടാൽ നിന്നെ പോലെ ഭാഗ്യശാലി ആ ദേശത്തില്ല. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം, ഈ ദിവസം ദൈവം പറയുന്നത് അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെ, അബ്രഹാമിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം പറയുന്നു, നീ എന്നെ അനുസരിച്ചത് കൊണ്ട്, എന്റെ വാക്കിനെ അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. 21-ാം അധ്യായം വരെ നിങ്ങൾ വായിച്ചു ഉൽപ്പത്തി പുസ്തകം. അവിടെയെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നെങ്കിലും ഐശ്വര്യം എന്നൊരു വാക്ക് ചേർക്കുന്നില്ല. പക്ഷെ 22-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ച അബ്രഹാമിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, അനുഗ്രഹം വേണോ? ദൈവത്തെ നാം അനുസരിക്കണം. ദൈവത്തിന്റെ വാക്കിനെ നാം അനുസരിക്കണം. അതിനെ നിഷേധിക്കരുത്, പുറംകാലം കൊണ്ട് ചവിട്ടി മാറ്റരുത്.
ദൈവം പറഞ്ഞതിൽ, ദൈവം നമ്മോട് ഇടപെട്ടത്, ദൈവം നമ്മോട് സംസാരിച്ചത്, ദൈവം അങ്ങനെ ചെയ്യണമെന്നും ഇങ്ങനെ പ്രവർത്തിക്കണമെന്നും ദൈവം നമ്മോട് പറഞ്ഞത് നാം പൂർണ്ണമായി അനുസരിക്കണം. കുറേ ദിവസം അനുസരിച്ചു. 3 പുരുഷന്മാരെ അയക്കുകയാണ്. 3 പുരുഷന്മാരെ അയക്കുമ്പോൾ 10-ാം അധ്യായം 9-ാം വാക്യവും 10-ാം അധ്യായം 17-ാം വാക്യവും സഭ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. 10-ാം അധ്യായം 9-ാം വാക്യം, 10-ാം അധ്യായം 17-ാം വാക്യം, 10-ാം അധ്യായം 9-ാം വാക്യം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. ഇനി 17-ാം വാക്യം ഒന്ന് കാണിക്കണം. 17-ാം വാക്യം. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നലിയോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ച് പടിവാതിക്കൽ നിന്നു. എല്ലാവരും കേൾക്കണ ഈ ദൂത് കേട്ടോ. ഞാൻ നിങ്ങളോട് പ്രവചിക്കുക വചനത്തിന്റെ പിൻബലത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാ കൊർന്നലിയോസിന്റെ വീട്ടിൽ നിന്ന് ആട് വിടുന്ന സമയത്ത് 9-ാം വാക്യത്തിൽ പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി എന്ന് പറഞ്ഞാൽ പത്രോസ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന സമയത്ത് തന്നെ അന്വേഷിച്ചു വരുന്ന 3 പുരുഷന്മാർ എവിടം വരെ എത്തി? പട്ടണത്തോട് സമീപിച്ചു. ഇനി 17-ാം വാക്യം. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നലിയോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയ സമയത്ത് മറുപടി പട്ടണത്തോട് സമീപിച്ചു. ഇനി പ്രാർത്ഥന കഴിഞ്ഞ് താൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ അന്വേഷിച്ച് പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ച് പടിവാതിക്കൽ നിന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണെന്നറിയോ? ഞാൻ അർത്ഥം വിശദമാക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോ അകലെ നിന്ന മറുപടി പ്രാർത്ഥന എഴുന്നേൽക്കുമ്പോൾ അരികത്തു വരികയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ മറുപടി അങ്ങ് ദൂരെയായിരിക്കാം, പട്ടണത്തോട് സമീപിച്ചുള്ളായിരിക്കാം. പക്ഷെ പ്രാർത്ഥന തുടര്. നിങ്ങളുടെ പ്രാർത്ഥന അവസാനിക്കും മുമ്പേ അങ്ങ് ദൂരെ നിന്ന് മറുപടി ഉണ്ടല്ലോ, നിങ്ങളുടെ സമീപത്തിലേക്ക് വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. ഇസ്രായേൽ മക്കൾക്ക് സ്തോത്രം. ദൈവം അങ്ങ് കടലിൽ കിടന്ന ലിവ്യാഥാനെ തല തകർത്ത്, കാറ്റടിപ്പിച്ച് തകർത്ത്, അത് ആ തകർത്ത ആ ശരീരത്തിൽ തൊക്കും കൊക്കും അതിനെ ചിറകുമൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇസ്രായേലിന്റെ പാളയത്തിൽ അകത്തേക്ക് 2 മുഴം ഉയരത്തിൽ ദൈവം കാടയെ പറത്തി നിർത്തിയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് പ്രവചിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ അകൽ നിൽക്കുന്ന മറുപടി കയ്യെത്തും ദൂരത്ത്, സമീപത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. പ്രാർത്ഥിക്കുന്നവൻ കൊർന്നലിയോസിനെ അന്വേഷിച്ചു പോകണ്ട. കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവൻ സ്പോൺസറെ അന്വേഷിച്ചു പോകണ്ട. പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിച്ച് മറുപടി വന്നിരിക്കും. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിച്ച്, അത് എത്ര വലിയ വെൺമാടമാണെങ്കിലും അവിടെ നിന്നെ അന്വേഷിച്ച് ആളുകൾ വന്നിരിക്കും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. രാമയിൽ പ്രാർത്ഥിക്കുന്ന ശൗമയിലുണ്ടെങ്കിൽ നിന്നെ അന്വേഷിച്ച് ശൗലുമാർ എത്തിയിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിന് ഹല്ലേലൂയ പറയാം. ഞാൻ പറയും ദൂത് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നേ. 2024 ഈ ഓഗസ്റ്റ് മാസം 16-ാം തീയതി ചിലരോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവചിക്കുക. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ അന്വേഷിച്ച് ചില മറുപടികൾ നിങ്ങളുടെ കൂടാരത്തിനകത്തേക്ക് വരാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറയെ അന്വേഷിച്ച് ചില മറുപടികൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത്. കമോൺ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. പ്രാർത്ഥിക്കുന്നവൻ ടെൻഷൻ അടിക്കാതെ, പ്രാർത്ഥിക്കുന്നവൻ വിചാരപ്പെടാതെ, പ്രാർത്ഥിക്കുന്നവൻ ആകുലപ്പെടാതെ അവൻ പ്രാർത്ഥിച്ചു മുട്ടുമടക്ക്. നിന്നെ അന്വേഷിച്ച് മറുപടി നിന്റെ അരികിലേക്ക്, പ്രാർത്ഥിക്കുന്ന നിന്റെ അരികിലേക്ക് മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവസഭയുടെ ഒന്നുകൂടെ ആത്മാവിൽ നിറഞ്ഞു പറയുന്നു, പട്ടണവാതിക്കൽ നിന്ന് പടിവാതിക്കലേക്ക് നന്മ എത്തുന്ന സമയമാണിത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് നിങ്ങൾ മറുപടി അന്വേഷിച്ചു പോകണ്ട.
പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുക. നിന്നെ അന്വേഷിച്ച് മറുപടി വരും. നിന്നെ അന്വേഷിച്ച് ആ ലെറ്റർ വരും. നിന്നെ അന്വേഷിച്ച് ആ ജോലിയുടെ സാധ്യതകൾ പ്രഭാതി. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? മരുവാസികൾക്ക് കാടപ്പക്ഷിയെ 2 മുഴ ഉയരത്തിൽ ദൈവം പറത്തി നിർത്തി. വേദപുസ്തകം പറയുന്നത് അവരെ പിടിച്ചു കൂടാരത്തിനകത്ത് ചിക്കിയെന്ന, പിടിച്ചു കൂടാരത്തിനകത്ത് ചിക്കിയെന്ന എന്ന് പറഞ്ഞ കയ്യെത്തും ദൂരത്ത് അങ്ങ് കടലിൽ തകർന്നത്. കയ്യെത്തും ദൂരത്ത് ദൈവം എത്തിച്ചു കൊടുത്തെങ്കിൽ അകലെ നിൽക്കുന്ന ചില മറുപടികൾ അരികത്തേക്ക് വരാൻ പോകുകയാണ്. ഈ ദൂത് റിജോയ്സ് മിനിസ്ട്രി ഈ പകൽ സ്വീകരിക്കണം. എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ജോലിക്ക് വേണ്ടി, എന്റെ ആത്മീയ മുൻപോട്ടുള്ള ഗമനാഗമനങ്ങൾക്ക് വേണ്ടി ചില മറുപടികളെ എന്റെ സമീപത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. ഞാൻ ഒരു കാര്യം പറഞ്ഞു വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണ്. ധാരാളം പ്രസംഗങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ വ്യത്യസ്തമായ ചില ദൂതുകൾ ഞാൻ ഈ വാക്യത്തോടനുബന്ധിച്ച് നിങ്ങളോട് പറയാം. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടിയെന്ന അതിനകത്തെ സന്ദേശം നിങ്ങൾക്ക് അറിയാമല്ലോ. സഭയ്ക്ക് എല്ലാവർക്കുമല്ല പീഡ, സഭയിൽ ചിലർക്കാണ്. ചിലരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന യാക്കോബിന്, പ്രാർത്ഥിക്കുന്ന പത്രോസ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവർക്ക് പോരാട്ടമൊന്നുമില്ല കേട്ടോ. വെറുതെ വന്ന് വെറുതെ പോകുന്നവർക്കൊന്നും പോരാട്ടമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവർക്ക് പോരാട്ടമുണ്ട്. ഏത് കാലഘട്ടത്തിലും പോരാട്ടമുണ്ട്. ആ പോരാട്ടം യാക്കോബിനെ കൊണ്ടെത്തിച്ചത് മരണത്തോളമാണ്. പക്ഷേ പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിനകത്തിട്ടിരിക്കുക. കാരാഗൃഹത്തിനകത്ത് പത്രോസിനെ പിടിച്ചിട്ടിരിക്കുമ്പോൾ വേദപുസ്തകം നിങ്ങൾക്ക് വായിക്കുന്നവർക്ക് അറിയാമല്ലോ, 16 പടയാളികൾ തന്റെ ചുറ്റിലുണ്ട്. താൻ ചെയ്തത് രാജ്യദ്രോഹ കുറ്റമല്ല, മോഷണമല്ല, കൊള്ളയല്ല, കൊലപാതകമല്ല. താൻ ചെയ്തത് സുവിശേഷം പറഞ്ഞു എന്നുള്ള ഒറ്റ കുറ്റത്തിനകത്ത് തന്നെ 16 പടയാളികളെ ഇടയിൽ കിടത്തിയിരിക്കുകയാണ്, ഇടയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. 16 പടയാളികൾ തന്റെ അരികത്തിനുണ്ട്. ഒരു പടയാളിന്റെ കയ്യിലേക്ക് പത്രോസിന്റെ ഒരു കയ്യിലെ ചെങ്ങല, പടയാളിന്റെ കയ്യിലേക്ക് പത്രോസിന്റെ മറുകയിലെ ചെങ്ങല എന്ന വണ്ണം പത്രോസിനെ സൂക്ഷ്മമായി കാവൽ കാത്തുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. യാക്കോബിന് വേണ്ടിയും സഭ പ്രാർത്ഥിച്ചതല്ലേ? അതെ, യാക്കോബിന് വേണ്ടിയും സഭ പ്രാർത്ഥിച്ചതാണ്. സഭയുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥന. പക്ഷേ യാക്കോബിന് മറുപടി ഉണ്ടായില്ല. അതുകൊണ്ട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നോ? ഇല്ല, പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു വിഷയത്തിനകത്ത് മറുപടി കിട്ടിയില്ലെന്ന് വിചാരിച്ച് അടുത്ത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് കേട്ടോ. ഒരു വിഷയത്തിനകത്ത് മറുപടി ഉണ്ടായില്ല, അത് കൊണ്ടെത്തിച്ചത് വലിയ പ്രതികൂലത്തിലാണെങ്കിൽ അടുത്ത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, അത് അവന്റെ ശുശ്രൂഷ അത്രത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ ശുശ്രൂഷയുള്ള പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന അവനെ പുറത്തെടുക്കാൻ അനിവാര്യമാണ്. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ ഇട്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, 16 പടയാളികൾ തന്റെ സമീപത്തുണ്ട്. ഇങ്ങനെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ് അവരുടെ നടുവിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. സഭയുടെ പ്രാർത്ഥന എല്ലാവരും കേൾക്കണം. സ്വർഗത്തോളം എത്തി. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ എങ്ങോട്ടിറങ്ങി? സഭയിലേക്ക് ഇറങ്ങി എന്നല്ല, കാര്യാഗ്രഹത്തിനകത്തേക്ക് ഇറങ്ങി. എന്ന് പറയുന്ന ദൂതം എന്താ? നാം ഇന്ന് പകൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആ ബിൽഡിങ്ങിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ വിശ്വസിച്ചോണം, നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ എവിടെയാണോ കെട്ടപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് ദൂതൻ ഇറങ്ങാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? സഭേ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ പകൽ നിങ്ങൾ ആരാധനയ്ക്കെടുത്ത ഈ ഹോളിനകത്താണെങ്കിൽ, ഇവിടെ ഇന്ന് പകൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ എവിടെയാണോ കെട്ടപ്പെട്ടിരിക്കുന്നത്, പട്ടണങ്ങൾക്കകത്താണോ, രാജ്യങ്ങൾക്കകത്താണോ, ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് ആ കെട്ടുകളെ അടിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. ഇനി നിങ്ങൾ കേട്ടോണം. ദൂതൻ ഇറങ്ങി വന്ന് വേദപുസ്തകം പരിശോധിക്കുന്നവർക്കറിയാം, പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയ സമയത്ത് പത്രോസിന്റെ കയ്യിലെ ചെങ്ങല അടിഞ്ഞു വീണു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൂതൻ ഇറങ്ങി വന്ന് ചെങ്ങലയല്ല തൊട്ടത്. ദൂതൻ ഇറങ്ങി വന്ന് പടയാളിയല്ല തൊട്ടത്. ദൂതൻ ഇറങ്ങി വന്ന് ആ കാരാഗ്രഹത്തിന്റെ വാതിലിനെ അല്ല തൊട്ടത്. ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ തൊട്ടു. പത്രോസിനെ തൊട്ടപ്പോ കയ്യിലെ ചെങ്ങല എടിഞ്ഞെങ്കിൽ കർത്താവിനോട് പറഞ്ഞൊരു ദൂതുണ്ട്, ദൈവത്തിന് ബന്ധനത്തെക്കാൾ ഇഷ്ടം ബന്ധിക്കപ്പെട്ടവനെയാണ്. കേൾക്കുന്നുണ്ടോ?
ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. ഇന്ന് ഈ പകൽ സ്തോത്രം, നിങ്ങളുടെ രോഗത്തെ അല്ലത് അവൻ തൊടുന്നത്, നിങ്ങളുടെ ശാരീരിക വേദനയുടെ ആ രോഗത്തെ അല്ല ദൈവം തൊടുന്നേ, നിങ്ങളെ തൊടുക. നിങ്ങളെ തൊട്ട രോഗമടിയും, നിങ്ങളെ തൊട്ട ശാപങ്ങളടിയും, നിങ്ങളെ തൊട്ടാൽ ഇന്ന് പകൽ വിടുതലുകൾ. ഓ, വിശ്വസിക്കും ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഇറങ്ങി വന്ന് കാരാഗൃഹത്തെ അല്ല തൊട്ടേ, പത്രോസിനെ തൊട്ടു. പത്രോസിനെ തൊട്ട മാത്രയിൽ ബന്ധനം അടിഞ്ഞു വീണെങ്കിൽ, ബന്ധനത്തെക്കാൾ ദൈവത്തിന് ഇന്ന് പകലും ഇഷ്ടം ബന്ധിക്കപ്പെട്ടവനെയാണ്. സഹോദരി, നിങ്ങളെ കർത്താവ് തൊടാൻ പോവുക. നിങ്ങളെ തൊട്ടാൽ ആ രോഗമടിയും, നിങ്ങളെ തൊട്ടാൽ ആ നിരാശയുടെ കെട്ടടിയും, നിങ്ങളെ തൊട്ടാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് ആത്യന്തികമായ ഒരു ജയം വെളിപ്പെട്ടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ജയം തരാമേ. അടുത്തത് ഒരു ഗംഭീരമായ ദൂത. എല്ലാവരും കേട്ടോണം കേട്ടോ. ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിന്റെ വിലാപ്പ് തട്ടി. പത്രോസിന്റെ കയ്യിലെ ചെങ്ങല രണ്ടും അഴിഞ്ഞു വീണു. പത്രോസിന്റെ കയ്യിലെ ചെങ്ങല രണ്ടും അഴിഞ്ഞു വീണ സമയത്ത്, നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കയ്യിലെ ചെങ്ങൽ രണ്ടും അഴിഞ്ഞു വീണ സമയത്ത് പെട്ടെന്ന് അവിടുത്തെ കാരാഗ്രഹത്തിൽ പത്രോസിനെ കാവൽ കാത്തുകൊണ്ടിരുന്നവർ എഴുന്നേറ്റ് പത്രോസിനെ ബന്ധിച്ചെന്നാണോ? വിലാപ്പത്ത് പത്രോസിനെ തട്ടി. കയ്യിലെ ചെങ്ങല അഴിഞ്ഞു വീണു. ചെങ്ങല അഴിഞ്ഞു വീണപ്പോ അയ്യോ, ചെങ്ങല അഴിഞ്ഞു വീണല്ലോ എന്ന് ഓർത്ത് അവരെല്ലാം വീണ്ടും എഴുന്നേറ്റ് പത്രോസിനെ ബന്ധിച്ചെന്നാണോ? അല്ല. വേദപുസ്തകം വായിക്കുന്നവർക്ക് അറിയാം. പത്രോസിനെ വിലാപ്പത്ത് തട്ടി, കയ്യിലെ ചെങ്ങല അഴിഞ്ഞു വീണു. ചെങ്ങല അഴിഞ്ഞു വീണ സമയത്ത് അവരത് അറിഞ്ഞില്ല. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ആ വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ ചെങ്ങലകൾ കൈമേൽ നിന്ന് വീണുപോയി എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞാൽ, ഒരു പടയാളിന്റെ കയ്യിൽ നിന്ന് ഒരു കയ്യിലെ ചെങ്ങല, മറുപടയാളിന്റെ മറുകയിലെ ചെങ്ങല എന്നവണ്ണം മനസൂക്ഷ്മമായി കാവൽ കാത്തുകൊണ്ടിരിക്കുക. പക്ഷെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസ് തൊട്ട് മാത്രമേ ചെങ്ങല അഴിഞ്ഞു വീണു. ചെങ്ങല അഴിഞ്ഞു വീണപ്പോ അടുത്ത് കിടന്ന പടയാളി ചാടി എഴുന്നിട്ട് ബന്ധിച്ചെന്നില്ല. അവൻ അറിഞ്ഞില്ല. അവർ ഉറങ്ങിപ്പോയി. ഒന്നുകൂടെ വ്യക്തമാക്കി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാ. എല്ലാവരും കേട്ടോണം കേട്ടോ. ഉലകത്തിൽ ബന്ധിച്ചവരറിയാതെ ബന്ധനമടിക്കുന്ന ഒരു നാമമേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന കർത്താവായ യേശുവിന്റെ നാമമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കെട്ടിയവരറിയാതെ, പൂട്ടിയവരറിയാതെ, നേർച്ച കൊടുത്തവരറിയാതെ നിന്റെ കെട്ടടിച്ചു വിടാൻ കഴിയുന്ന എത്ര ബലശാലികൾ, എത്ര ആധിപത്യ ശക്തികൾ ഒന്നിച്ചു ബന്ധിച്ചാലും അവരറിയാതെ നിന്റെ മുഖത്തെ അഴിച്ചു കളയുന്ന, നിന്റെ ബന്ധനത്തെ അഴിച്ചു കളയുന്ന ഒരു നാമത്തെ നാം ആരാധിക്കുന്നേ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമൊന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യ്. ഉലകത്തിൽ ബന്ധിച്ചവരറിയാതെ ബന്ധനമടിക്കുന്ന ഒരേ ഒരു നാമം, അത് കർത്താവായ യേശുവിന്റെ നാമമാണ്. പത്രോസിന്റെ വിലാപ്പുറത്തട്ടി കയ്യിലെ ചെങ്ങല അഴിഞ്ഞു വീണു. പത്രോസോട് ദൂതൻ പറയുന്ന വാക്ക്, പത്രോസ് അര കെട്ടി മുറുക്ക്, കാലിൽ ചെരുപ്പിട്, കയ്യിൽ വടി പിടിക്ക്, പുതപ്പ് പുതയ്ക്ക്, എന്റെ പിന്നാലെ നടന്നു വരിക. പിന്നാലെ പത്രോസ് നടന്നു വരുമ്പോ ഒന്നാം വാതിൽ തുറന്നു, രണ്ടാം വാതിൽ തുറന്നു. അടുത്ത വാക്ക്, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൂതൻ ഒന്ന് തൊട്ടപ്പോ തുറന്ന് എത്രയാ? 3. കേൾക്കുന്നുണ്ടോ? ദൂതൻ ഒന്ന് വിലാപ്പുറത്ത് തൊട്ടപ്പോ തുറന്ന് 3 കൂടെ ദൈവസ്പർശനം അനുഭവിച്ചാൽ ഇല്ല, മനസ്സിലായില്ല. ദൂതൻ ഒന്ന് തൊട്ടപ്പോ തുറന്ന് 3 കൂടെ ദൈവസ്പർശനം അനുഭവിച്ചാൽ നിന്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ട ഒരു വഴി പോലും കാണില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറഞ്ഞാട്ടെ. ഞാൻ ഈ ദൂത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ സ്പർശനം ചിലരുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ വാതിലുകളും നിന്നെ തടസ്സമായി അടച്ച് നീ മുൻപോട്ട് പോകരുതെന്ന് പറഞ്ഞ് അടച്ചു നിർത്തിയ എല്ലാ വാതിലുകളും യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറയാം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ പ്രാർത്ഥനയിൽ, ഈ സഭായോഗത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, ഇത് വാതിൽ തുറക്കുന്ന പ്രാർത്ഥനയല്ല, ഇത് വാതിലുകൾ തുറക്കുന്ന പ്രാർത്ഥനയാണ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം വാതിലല്ല തുറക്കുന്നേ. പത്രോസിനെ ദൂതൻ തൊട്ട മാത്രയിൽ 1, 2, 3 വാതിലുകൾ സ്വതവേ തുറന്നു വന്നെങ്കിൽ 2024 ഓഗസ്റ്റ് മാസം 16-ാം തീയതി നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം, പ്രാർത്ഥിക്കുന്നവൻ പരാജിതനല്ല, പ്രാർത്ഥിക്കുന്നവനാണ് ജയാളി. പ്രാർത്ഥിക്കുന്ന സഭ ജയാളിയാണ്. പ്രാർത്ഥിക്കുന്ന സഭ ജയം കൊള്ളുന്ന സഭയാണ്. പ്രാർത്ഥിക്കുന്ന സഭ ജയം ഏറ്റെടുക്കുന്ന
എവിടെ പിശാച് നിന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, എവിടെ പിശാച് നിന്നെ അടിയോറ വെപ്പിക്കുമെന്ന് പറഞ്ഞു, അവിടെ തന്നെ പ്രാർത്ഥനയാൽ മുമ്പോട്ട് പോകുക. ദൈവം ഒരു ജയശാലിയായി അവിടെ നിന്നെ പൊക്കിയെടുക്കാൻ പോകുകയാണ്. ഇനി ഒരു ദൂതനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു പത്രോസിന് വേണ്ടി. പത്രോസ് പുറത്തു വന്ന് സ്തുതിതാ പത്രോസ് പ്രാർത്ഥിക്കുന്ന ഇടമനുഷ്ഠിച്ചു പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന ഇടമനുഷ്ഠിച്ചു പോയി ആ വാതിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രോധ എന്ന പെൺകുട്ടിയും മറ്റുള്ളവരും വന്ന് ആ കഥക് തുറന്നു. കഥക് തുറന്നപ്പോ വേദപുസ്തകം പറയുന്നതെന്നറിയോ? അവർ വിസ്മയിച്ചു എന്നാണ്. പത്രോസിനെ കണ്ട മാത്രയിൽ വിസ്മയിച്ചു എന്നോട് വ്യക്തമാക്കി പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് വിടുതലുണ്ടാകുമെന്ന് സഭ പോലും വിചാരിച്ചില്ല. അതാണ് പ്രാർത്ഥനയുടെ മറുപടി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ ദൈവസഭയോട് ഇടപെടുകയാണ്. ഈ ദിവസം ചില മറുപടികൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ വിസ്മയിക്കത്തക്ക നിലവാരത്തിൽ ഇത്രയും പെട്ടെന്ന് ഇത് സാധ്യമായോ, ഇത്രയും പെട്ടെന്ന് നടന്നോ, ഇത്രയും മറ്റുള്ളവർ എത്ര പ്രയാസപ്പെട്ടാണ് എന്റെ മറ്റുള്ള തലമുറയ്ക്ക് വേണ്ടി എന്ത് പ്രയാസപ്പെട്ടാണ് വഴി തോന്നുന്നത്, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ദൈവം ചെയ്തോ എന്ന് പറയത്തക്ക നിലവാരത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വിസ്മയിക്കത്തക്ക ചില മറുപടികൾ, വിസ്മയിക്കത്തക്ക ചില മറുപടികൾ, വിസ്മയിക്കത്തക്ക ചില മറുപടികൾ എന്റെ ദൈവം പുറപ്പെടുവിക്കാൻ പോകുകയാ. എല്ലാ കണ്ണുകളും നടച്ച അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച് ഊടായാമൻ ഹംദൽ കനാദി. ഞാൻ വെറുതെ പറയല്ല, പ്രാർത്ഥിക്കുന്നവൻ ജയാളിയാണ്. പ്രാർത്ഥിക്കുന്നവൻ തകർച്ച അനുഭവിക്കുന്നവനല്ല. പ്രാർത്ഥിക്കുന്നവനാണ് പണിയപ്പെടുന്നവൻ. പ്രാർത്ഥിക്കുന്നവനാണ് ഏതു കാലഘട്ടത്തിലും ശക്തിയോടെ മുമ്പോട്ട് പോകുന്നവൻ. ഈ ദിവസം പ്രാർത്ഥനയുടെ കരുത്ത് ദൈവസഭയെ വർദ്ധിപ്പിക്കാം, ദൈവദാസന്മാരെ വർദ്ധിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താം. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ ഒന്നും കൂടെ ഊഷ്മളമായി ശക്തിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒന്നും നിർത്തരുത്. പ്രാർത്ഥിച്ചിട്ട് കർത്താവേ എന്റെ സ്ഥിതി മാറുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് ചിന്തിക്കരുത്. വീണ്ടും പ്രാർത്ഥിക്ക്. മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. വിധവ ആ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോ കാര്യങ്ങൾ ന്യായാധിപൻ നടത്തിക്കൊടുത്തില്ല. പിന്നീട് യേശു തന്റെ ഉപമകൾ വ്യക്തമാക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഒരിക്കൽ ന്യായാധിപൻ ചിന്തിക്കുകയാ, ഇനി അവൾ എന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ മുഖത്തടിച്ച് എന്നെ പരസ്യമായി ആക്ഷേപിക്കും. എന്നിട്ട് യേശു അടുത്ത വാക്യത്തിൽ പറഞ്ഞു കൊടുത്തു, ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുകയില്ലയോ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാം. പ്രാർത്ഥനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാം. ഒന്ന് വാ തുറന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചേ. വാ തുറന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വാ തുറന്നൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ഗൗരവം ഏറ്റെടുക്കേണ്ട സഭ. മൈലുകൾക്കപ്പുറത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ചെവിയിൽ ഈ സന്ദേശം എത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. എന്ന് കരമൊന്ന് ഉയർത്തി അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഒരു പ്രായപരിധിയില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു സമയപരിധിയില്ല. ഏത് പ്രായത്തിലും പ്രാർത്ഥിക്കാം, ഏത് സമയത്തിലും പ്രാർത്ഥിക്കാം. ശബ്ദം ഉയർത്തി അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോ ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കട്ടെ. ആത്മാവിൽ ചിലർ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം ജനത്തെ പണിയണമേ. ഈ സന്ദേശം ആള് മാറ്റണമേ. ഈ സന്ദേശം പ്രാർത്ഥനയിലേക്ക് ദൈവസഭയെ മടക്കി വരുത്തണമേ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഞങ്ങളെ മാറ്റണമേ. എല്ലാം നന്മയ്ക്കായി ചെയ്യണമേ. റിജോയ്സ് ടച്ചിനായി സ്തോത്രം. പ്രിയ സംഘങ്ങളിലായിട്ട് പ്രാർത്ഥിക്കും. കുടുംബത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദാസനെ വീണ്ടും വർദ്ധിപ്പിക്കണം. സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം വിശാലമാക്കണം. ഇപ്പോൾ സൂം മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, എല്ലാ ഡിവൈസിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഗൗരവം ഏറ്റെടുത്തുകൊണ്ട് തുടർന്നും പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തും. എല്ലാം നന്മയ്ക്കായി ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ട ഒരു പ്രാവശ്യം കൊണ്ട് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസന് സഭയ്ക്ക് വന്ദനം പറയുന്നു. പ്രാർത്ഥിക്കണം ഓർക്കുമ്പോൾ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.